ഒരു സേവനവാരം പരിപാടിയാണ് കേട്ടാ. ഇതിനെ അവിടെ കൊണ്ട് വയ്ക്കണം. ഇത് പഠിപ്പാകല ആദ്യത്തെ ടാസ്ക്. തളർന്നു. വെട്ടോത്തിരി നല്ലത്. വെട്ടോത്തി കാണാല്ലേ. ഇതിന് എത്ര കട്ടിയിലെടുത്ത് ഉഗ്രമായ വാളാണുള്ളത്. ആമ്പ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആവശ്യം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇപ്പോൾ ഇലകളുടെ അധ്വാനമാണെന്നാ. ഇത് നമ്മളൊരു നിമിഷം ഒരു കുറച്ച് സമയം കൊണ്ട് വെടുപ്പാക്കി കളഞ്ഞല്ലേ സരിത. ഇന്ന് ഞായറാഴ്ചന് ഇന്ന് ഒരു സേവനവാരം പരിപാടിയാണ് കേട്ടാ. ഇന്നലെ നാളികേരം തെങ്ങുമെന്ന് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജഗുവിന് നാളികേരം കൊണ്ടുവന്ന് ഒതുക്കി ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കലാണ് ജഗുവിൻ്റെ പണി. ആദ്യം ഈ നാളികേരേ ഇവിടെ കൊണ്ടുവന്നിടുക. അതിന് ചാക്കിലാക്കിയിട്ട് മുകളിൽ കൊണ്ടുവന്നിടണം. എല്ലാ നാളികേരങ്ങളും ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. ഇതും മിനിഞ്ഞാന്ന് പാചകം ചെയ്യാനായിട്ടേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള മേശയാണ്. ഇതിനെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. 50 കിലോ ആണ് ഇതിൻ്റെ തൂക്കം. ഇതിൻ്റെ സ്ഥലത്ത് സെറ്റാക്കണം. ഇതിൻ്റെ കനം ഒരു കാലത്തും കുറയില്ലേ, കൂടി കൂടി വരാം. അതിൻ്റെ കൂടി കൂടി വരുന്നതല്ല കേട്ടാ, എനിക്ക് പ്രായമാണതാ. അതേ നാളികേരത്തിൻ്റെ കംപ്ലീറ്റ് ഒറ്റയ്ക്കാക്ക് സരി ജഗോ. ഒറ്റയ്ക്കാക്ക് ഒറ്റ 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 തിരിക്കി. ഒക്കെ ഒറ്റയ്ക്കായിട്ട് പിടിപ്പിക്കുക വെട്ടതി കൊണ്ട്. അവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ പുല്ലിൽ കൊണ്ടുവന്നത് അല്ല, ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട്. എൻ്റെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരാൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ചെയ്തു. ഓർമ്മയില്ല ഇതൊന്നും. നമ്മുടെ അതിൻ്റെ മുകളിൽ ഏത് ബൈക്കൊക്കെ വയ്ക്കുന്നതിൻ്റെ മുകളിൽ ഒരു സാധനമുണ്ട്. അത് വെടുപ്പാകണം. ആദ്യം തന്നെ കോണി വെക്കട്ടെ, കാണിച്ചു തരാം. കോണി വേണം, എന്നാലേ നമ്മുടെ അതിൻ്റെ ഇത് കാണിച്ചു തരാൻ പറ്റില്ല. 3 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ മോടിയെ കയറാൻ പേടിയായിട്ടാണ് ഒരു ഇത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷെഡില്ലേ, ഈ സ്കൂട്ടറൊക്കെ ഇരിക്കുന്ന ഷെഡ്, ഇതിൻ്റെ മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, അറിയാലോ. അതിൻ്റെ മുകളിൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ കണ്ട, ഇതിൻ്റെ മുകളിൽ വശേ മുഴുവൻ കാട് പിടിച്ചു. കാട് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ പുളിയിലുള്ള കാരണം, ഇതിൻ്റെ പുളിയിലായാലും ഇതൊക്കെ വീഴുന്ന കാരണം ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ സാധനം പിടിച്ചോന്നുള്ളതാണ് രസം. ഇത് വെടുപ്പാകല ആദ്യത്തെ ടാസ്ക്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പുളിയുടെ കൊമ്പിനിക്ക് വെട്ടിക്കളയണം. ആദ്യം വെട്ടോത്തി തിരിട്ട് പറ്റേ, ഞാൻ വെട്ടോത്തി എടുക്കാൻ മറന്നു. എനിക്ക് അവിടെ വരെ എത്തില്ലേ, മുകളിൽ കയറാൻ എനിക്ക് പേടിയാണ്. നോക്കിയോട്ടെ പറ്റുമെന്നോട്ടെ. നമുക്ക് 5 തെങ്ങുള്ളെങ്കിലും അത്യാവശ്യം നാളികേരം കിട്ടും. ആളുകൾ ചോദിക്കാറുണ്ട്, നിനക്ക് തെങ്ങൊന്നുമില്ല, ഇത്രയ്ക്കധികം വെറുതെ ഓരോ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. തെങ്ങ് വെച്ചുകൂടെയെന്ന് പറയും. ഇവിടെ തെങ്ങുണ്ട്, 5 തെങ്ങുണ്ട്, വലിയ തെങ്ങുണ്ട്. അത് മാത്രം ഒരു 45 വയസ്സ് പ്രായമായിട്ടുള്ള തെങ്ങത്. 1979 80 വെച്ചിട്ടുള്ള തെങ്ങത്. അപ്പോൾ ഇതിൻ്റെ പ്രായം 44 കൊല്ലമായി. 44 വയസ്സായി ആൾക്ക്. സംഗതി കോക്കിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സെക്കൻഡ് ഉള്ളിൽ അലക്കി കളഞ്ഞ് തരും ഇത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവനെ വിളിക്കണ്ടേ, പുളി. ഈ പുളിയുടെ വാറിൽ ഭയങ്കര ഇതാട്ടാ. പണ്ട് വീട്ടിലുള്ള ആമ്പിള്ളേർ പെമ്പിള്ളേർ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനന്മാർ ആദ്യം തന്നെ പോണത് എങ്ങനെയാണെന്നറിയോ, പുളിയുടെ വടിയല്ല ശരിക്കും പറഞ്ഞേ, വാറെന്ന് പറയാം. പുളിയുടെ വാറ് ഓടിക്കാനാവും പോവുക. പുളിയുടെ വാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനം. പുളിവാറ് ഓടിക്കാനായിട്ട് ചില അച്ഛന്മാരൊരു പോക്കുണ്ട്. ഇതിൻ്റെ അല്ലേ കളഞ്ഞിട്ട് അതൊരു പുളിവാറുകൊണ്ട് അടി കിട്ടും. ശരിക്കും പാട് വീഴും, വളഞ്ഞ് പിടിക്കും. വടി പുളിവാറ് ഓടിക്കാൻ പോകാമെന്ന് പറയാം. പിന്നെ ഈ പുളിവാറിന് ഭയങ്കരമായൊരു സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ കിടാങ്ങൾക്കില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. കിടാങ്ങൾക്ക് ചെറിയ കുട്ടികളില്ലേ, 1 വയസ്സ് 1/2 വയസ്സൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാവില്ലേ, അതുണ്ടാകുമ്പോൾ പ്രകൃതി തന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ പുളിയിരതില്ലേ. ഇത് കുട്ടികളൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക്, മലതാരത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറും. ഭയങ്കര സാധനമാണ് പുളിവാരം. ഈ വലിയ കൊമ്പുപൊടി എനിക്ക് വെട്ടണം. ഇത് വെട്ടാൻ എന്നിട്ട് പാടേ. ഈ പുളിക്ക് ഏകദേശം എൻ്റെ പ്രായം, ഞാൻ കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ ആളിത് ഒരു ഞാര് സാധനമായിരുന്നത്. ഇത് മേലത്തെ അല്ല കുറേ ഇതിലേക്ക് വേണ്ടത്. ഇത് വെട്ടി കളഞ്ഞിട്ട് വേണം മുകളിലത്തെ സാധനങ്ങൾ വടിച്ചങ്ങോട്ട് ഇടാനായിട്ട്. വെട്ടോത്തി നല്ലതാണ്. കൈ
തളർന്നു. മൈനേരെ നിലവിളി കേട്ടാ, ഡബിൾ മൈനുകളുണ്ട് ഇവിടെ എപ്പോഴും. ഒന്നും ഒടിയറ പുളിയില, ഇത് പെട്ടെന്ന് ഒടിയില്ല. ഇതിങ്ങനത്തെ ഞാരാണെങ്കിലും ഇവന് ഭയങ്കര ബലമായിരിക്കും പുളിയില. എന്തൊട്ട് കത്തിക്കാനാ പുളിയില മുട്ടികൾ ഉപയോഗിക്കുക, പുളിമുട്ടി. ദൈവമേ, ഒന്ന് ഒടിയറ ഒടിയറ ഒടിയറ. തളർന്നു. വെട്ടോത്തിന് നല്ലത്, വെട്ടോത്തി കാണാല്ലേ. വെട്ടോത്തി കാണാനില്ലടാ, അതാ താന്നു താന്നു കണ്ട. പണ്ട് വിശപ്പൊക്കെ ഉണ്ടാകുമ്പോൾ പുളിയില ഉപ്പും കൂട്ടിയൊക്കെ തിന്നും. ഇതെന്തൊട്ട് സാധനത്, ഇത്രയ്ക്ക് ബല. ഇങ്ങോട്ട് പറ, ഇങ്ങോട്ട് പറ. വന്നു. അങ്ങനെ നീണ്ട ഒരു പരിശ്രമത്തിനോടിയിൽ ഇവരെ നമ്മൾ പിടിപ്പിച്ചു. പിന്നീട് സ്ഥലത്ത് ഒതുക്കുന്നു. ഇനി മുകളിൽ വെടുപ്പാക്കൽ. കാലങ്ങളായി ഇതിൻ്റെ മുകളിൽ, ഷീറ്റിൻ്റെ മുകളിൽ ഒരാൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഷീറ്റിട്ട കാരണം ഇത് തുരുമ്പ് പിടിക്കില്ല. എൻ്റെ ദൈവമേ, എത്ര കട്ടിയിലെടുത്ത് ഉഗ്രമായ വളാണുള്ളത്. ആ സാധനം കൊണ്ടാക്കുമ്പോൾ ഷീറ്റ് കീറും. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ടാക്കിയിരുന്നില്ലേ? പക്ഷെ എനിക്ക് മോളിൽ കയറാൻ പറ്റില്ല. മോളിൽ കയറി തിരിഞ്ഞ് പൊളിഞ്ഞു വിടില്ലേ? ഷീറ്റിന്റെ മോളിൽ കയറാൻ പറ്റുമോ? ഷീറ്റിന്റെ മോളിൽ കയറാനല്ല പറഞ്ഞേ, ആ കയ്യിലുള്ള സാധനം ഇല്ലേ അതുകൊണ്ടാക്കുമ്പോ ഷീറ്റ് ഇട്ടാണ് കീറില്ലേന്ന്. അപ്പൊ എന്താ ചെയ്യാ? മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഇതില്ലേ അടിച്ചു വരണത്, അതുകൊണ്ടാക്കിയാ. ചെയ്യാം. അതെ, ഇത് ഉഗ്രം വളാട്ടാ സാധനം. ഈ മോളിൽ കയറാൻ പറ്റില്ല. എനിക്ക് എത്താവുന്നിടത്തോളം നായ്ക്കളെ അയച്ചിട്ട് ചെയ്യോ. ആ, ചാർലിയും പേളിനിയും അവിടെയാണ് പൂട്ടിയിട്ടാ. മുകളിലല്ല, അവർക്ക് ഈ കോണീര അവിടെ ഒരു സ്ഥലമുണ്ട്. ഈ മഴക്കാലത്തിട്ടാ, വേനൽക്കാലത്ത് നമുക്ക് ഇവിടെ എവിടെയൊക്കെ പൂട്ടിയിട്ടാന്ന് മാത്രം. കോണീനെ ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇത്രയ്ക്ക് അയ്യോ, ഇത് അങ്ങോട്ട് സ്ലിപ്പായി പോവോ? ഇതിനും അയ്യോ, മുകളിലേക്ക് ഇറങ്ങുന്ന തുമ്പകളുടെ അരികളിനെ, ഈ മറ്റേ തുമ്പിയില്ലേ, തുമ്പ അതാണ് മുഴുവൻ ഇതിൻ്റെ മുകളിൽ. മറ്റേ ഈ ചൊറിയണമെന്ന് പറഞ്ഞ സാധനമില്ലേ, അതാണ് നിറച്ച് കണ്ട. എന്തൊരു കട്ടിയില്ല സാധനം. പക്ഷേ ഈ സാധനം വന്നുകൊണ്ട് നമ്മുടെ ഈ ഷീറ്റിന് ഒരു കുഴപ്പമില്ല കേട്ടാ. ഇതാണ്ട തുമ്പണ്ട നോക്കിയേ, ഇത് നമ്മുടെ ചൊറിയണം. ശരിക്കും മുകളിലൊരു ഇക്കോ വ്യൂഹം ഉണ്ടായൊക്കെ. മോളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പൊളിച്ച് വീഴുമെന്നാണ് എനിക്ക് പേടി. ജഗു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ലോഡ് വലിയെന്നുള്ളത്. ജഗുവിന് കയറാൻ പറ്റുമോ? എന്നാ തോന്നാ ജഗുവിന് കയറാൻ പോകാട്ടാ. ഇതാണ് നമ്മുടെ നീല ഷീറ്റ്. കയറാൻ പറ്റുമോ? ഇവിടെ കയറ്. അതെ, ചേട്ടൻ ഇറങ്ങാണ്ടെങ്കിൽ നമുക്ക് കയറാ. ആ, അതേ നോക്കിയാൽ നമ്മളവിടെ എൻ്റെ അടിയിൽ ഇവനപ്പോൾ കനം അത്രയ്ക്കില്ല. അപ്പോൾ മുകളിൽ നടക്കാൻ പറ്റുമെന്ന് തോന്നും. നടക്കാൻ പറ്റുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. ആ, ഈ തുമ്പമ തുറണ്ടാട്ടാ, തുമ്പമ തുറണ്ട. ആ, എന്നിട്ട് ഇങ്ങനെ പറ്റുണ്ടോ നോക്കിയേ. അത് ഒടിയുള്ളോ ഒടിയുള്ളന്ന് അതിന് പല്ലൊക്കെ പോവും. ആ, വലിച്ചിടും. പല്ല് പോയാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് ആക്കാൻ പറ്റുമോ നോക്കി നോക്ക്. ആ, അങ്ങനെ തട്ടിട്ട് അങ്ങനെ ക്ലീൻ അയമ്പോലെ ചെയ്താൽ മതി. അയമ്പോലെ അങ്ങോട്ട് വല്ലാണ്ട് നടക്കണ്ട. ഭയങ്കരമായ വളങ്ങളാണ് ഇട്ടത്. ഇലകളെ ഇങ്ങനെ വീണ് 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 ബെസ്റ്റ് വളമായിട്ട് മാറി. അപ്പോൾ നോക്കിയാൽ ഒരു മണ്ണും തേങ്ങയും വാങ്ങി, അയ്യോ തേങ്ങ എന്ന് പറയുന്നില്ല, ഒരു മണ്ണും ഇതില്ലാണ്ട് കണ്ട. ഈ സാധനം ചെടികളാണ്ട് വളർച്ച എന്താ ഒരു തല കണ്ട് തന്നെ ഞാൻ വലിക്കിട്ടുണ്ട്. അപ്പോൾ ഒരു ലോഡുണ്ട് പോരും. ഈ തുമ്പ കടിക്കേ ആ അത് വല്ലാണ്ട് പിന്നിലേക്ക് പോയത്. ഈ വർഷകാലത്ത് വെടുപ്പാക്കുമ്പോഴാണ് എപ്പോഴും അപകടം പറ്റേ. ഇതാണ്ട് വണ്ടം തുമ്പ. സൺഷെയ്ഡ് കയറുമ്പോഴാ വഴുക്കലുണ്ടാവും. ഇനി അവിടെ വഴുക്കലുണ്ടാ? ഇതിന് മുകളിൽ വഴുക്കലില്ല. ഞാനൊന്ന് കയറിയല്ലോ. ഇപ്പം ഞാൻ കയറി കഴിഞ്ഞാൽ ലോഡ് കൂടും. തുമ്പ കടിച്ചാ അത് കടിച്ചോണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ലേ. ആ, രണ്ട് കൈ പിടിക്കുക. അത് നിലത്തേക്ക് വെച്ചിട്ട് രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് സ്ലോവില് അത് രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് പഠിക്കല്. അത് കാലുമ്മലും നില കൊള്ളാണ്ടേ സൂക്ഷിച്ചിട്ട് ആയം പോലെ എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് ഇട്ടാ മതി. ആ, ആമ്പാ അതിന് അടിയിൽ പിടിക്കുക. അപ്പോൾ മറ്റേ ഇത് വരില്ല, തുമ്പ കടിക്കില്ല. ആ, അങ്ങോട്ടാ ഞാൻ വലിച്ചോണ്ട് ആ, ഇത് വേണമെങ്കിൽ പിടിച്ച ഇത് വേണ. ആ, ഇത് മറ്റേ ഒരു വള്ളീൻ്റെ വല്ല്. മറ്റേ തുമ്പിയില്ലല്ലോ ചേട്ടാ? ഇല്ല, മറ്റേ തുമ്പിയില്ല. ഇത് വേണ്ട, ഈ കായ വേണ്ട. അയ്യോ, ഇത്
ഇതൊരു ഭയങ്കര ഔഷധമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പേര് മറന്നു. ഇങ്ങനെ കായകളുണ്ടാവുന്നത് ഈ സാധനത്തിന് പേരുന്ന സ്ഥലത്ത് ഇങ്ങനെ നിറച്ച് കായകളുണ്ടാവില്ലേ? അതല്ല ഉഴിഞ്ഞ വള്ളി. ആ ഉഴിഞ്ഞ വള്ളിയില്ലേ? ആ അതാണ് ഉഴിഞ്ഞ. അതാണ് ഉഴിഞ്ഞാലേ? ഉഴിഞ്ഞ എൻ്റെ ദൈവമേ, ഇതിന് മോളി എന്തിട്ടൊക്കെയല്ല ഔഷധവനം. നമുക്ക് ഇതിൻ്റെ മോളി ഔഷധവനം ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെ ശരിക്കിനൊക്കെ കെട്ടിയിട്ടേ ഉറുമ്പ് കൂട്ടൊന്നും പ്രശ്നമല്ല. ചേട്ടാ അതിൻ്റെ ഇടന്ന് കൈ മാറ്റി ചേട്ടാ. എന്താ പുറം കഴിച്ചാ ആയം പോലെ ചെയ്താൽ മതി. അച്ഛൻ കാണിക്കണ പോലെ വെകിളി പിടിച്ച് കാണിക്കണ്ട. ഇത് മുഴുവൻ നമ്മുടെ പച്ചക്കറിയിൽ വന്നിടാൻ സാരിത വളം. അടുക്കള തോട്ടത്തിലേക്ക് പറ്റിയ സാധനം ഇത്. ഇതില് ആസിഡിന്റെ അംശം കൂടുതലാവും പുളിയിരല്ലേ മുഴുവൻ. അതൊന്നും ഉണ്ണി അങ്ങോട്ട് തള്ളി വിട്. അതിലേക്ക് തള്ളി വിട്ടോ. അങ്ങനെ ആണ്ട് വിട്ടോ. അതന്നെ അങ്ങോട്ട് വിട്ടോ. അതിലേക്ക് വളാവട്ടെ. ഭയങ്കര മഴ വരുന്നുണ്ട് തേങ്ങ. ആ സൈഡ് കൂടി വെടുപ്പാക്കിയേ. ഇത് പെട്ടെന്ന് പോയോളൂ. ഇപ്പോൾ ഒരു വിധം ലെവലായില്ലേ? ജഗ്ഗു അച്ചോരെന്നൊക്കെ പറയൂട്ടാ. ഇവിടെ ചെയ്യ അവിടെ ചെയ്യും ഇവിടെ ചെയ്യ അവിടെ ചെയ്യും. നീ ഓരോ ഭാഗം ക്ലീൻ ആക്കിയിട്ട് അടുത്ത ഭാഗത്തിൽ പോയാൽ മതി. അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവിടെ ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. അച്ഛൻ ഇവിടെ ക്ലീൻ ആക്കുമ്പോഴേക്കും അച്ഛൻ ഇനി അവിടെ ചെയ്യണം തോന്നും. അല്ല മഴ വരുമ്പോഴേക്കും കഴിക്കാൻ പുറം കഴിച്ചെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. അകത്തി ചവിട്ട് കാല് തൊട്ടടുത്ത് തന്നെ നിൽക്കാണ്ടിരിക്കുക. പക്ഷേ ഈ ലോഡ് കൂടും. അതും കൂടി വേഗം തള്ളിവിട്. കറച്ചനെങ്കിൽ മഴ വരുന്നുണ്ട്. മഴ വന്നോട്ടെ ഉണ്ണിയെ, കുഴപ്പമില്ല. നീ ആയം പോലെ ചെയ്താൽ മതി. ആര് പറഞ്ഞ കേക്കണ്ടേ? അത് അച്ഛൻ്റെ തലേ കൂടി ഇട. അപ്പം ഇങ്ങോട്ട് ഇറങ്ങി പോന്നോളൂ. ഈ പെറുന്ന് തന്നെ പറയാൻ നിൽക്കില്ലല്ലോ. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലത്തെ കോച്ചുകളെ പോയ ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ടെൻഷൻ അടിച്ച് നടക്കണ ടീമുകള് എനിക്ക് കയറായിരുന്നു അല്ലേ? ഫുട്ബോൾ കോച്ചുകളാ. നീ കയറിക്ക്. ഞാനും വലിയ വെയിറ്റ് ഇല്ലല്ലോ. ഇല്ല നീ കയറിക്ക്. ഞാൻ കയറാങ്ങടെ ഇറങ്ങാന്ന് വെച്ചാ ഇപ്പൊ രണ്ടുപേരെ ചീത്ത പറയാൻ കിട്ടുന്ന അവസരമായി. അപ്പൊ രണ്ടാക്കളാവിന്റെ പുറം കഴിച്ചു. കയറിക്കോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ജഗ്ഗു ഒരു ജാതി പുഴുക്കളൊക്കെ ഇവിടെ നിറച്ച് കണ്ട. എന്തോരം ടൈപ്പ് പുഴുക്കള. മഴ വരുമ്പോ എനിക്ക് ഇറക്കണു കാണുമ്പോ ഒരു ചുക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. പുഴുക്കള ചേട്ടാ നിറച്ച്. പുഴുവല്ലത് പുല്ലാണ്. ഇതുപോലും വേദന ഞാൻ അവിടെ ചെന്നൂടാ. നീ നോക്കിക്കാനായിട്ട് ചേട്ടന്റെ ഇവിടുന്ന് മാറ്റാനുള്ള എന്റെ ഐഡിയ ആയിരുന്നു കേറണെന്ന് പറഞ്ഞത്. കേറി ഇല്ല കേറില്ലേ. ആ യെസ് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചേട്ടൻ രണ്ടുപേരും കൂടി കേറിട്ട് ഈ തലടിച്ച് വീഴും. ഞാൻ ഇവിടെ പിടിച്ചു പോകുന്നത് കാലേ അകത്തി വെച്ചോളട്ടാ. അങ്ങോട്ട് അപ്പൊ അടുപ്പിച്ച് വയ്ക്കരുത്. അപ്പൊ ഷീറ്റിന് കനം കുറവല്ല. ആ ഞാനും കയറാല്ലോ തേങ്ങ വേണ്ട. നീ തൽക്കാലികമായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചേട്ടാ അവിടെ നിന്ന് മാറി നിൽക്കൂ. എനിക്ക് കാണണം. മറ്റേ മിണ്ടാണ്ട് ചെന്നിട്ട് തിന്നുമ്പോ മധുരം ഉണ്ടാവണ കായില്ലേ പഴം, അതൊക്കെ ഉണ്ട് ഇവിടെ. മറ്റത് മണിത്തക്കാളി നിന്റെ അടുത്ത് അല്ലേ? ആ രണ്ട് തൈ ഇങ്ങോട്ട് തന്നെ. അങ്ങനെ ഇതാ രണ്ടെണ്ണൊന്നല്ല. അത് ഇങ്ങോട്ടാ. അത് പ്രായമായിട്ടുള്ളതാ. അത് ഇങ്ങോട്ടാ. അത് അങ്ങനെ തന്നെ. അത് പച്ചക്കറി ഇതിൽ കുഴിച്ചിടാ. അങ്ങനെ നോക്കി ഒന്നും ചെയ്യില്ല. മണിത്തക്കാളി പൊട്ടിക്കണെങ്കിൽ അതിന്റെ മുകളിൽ വന്നാൽ മതി അല്ലേ? ഓ നിങ്ങൾ നിൽക്കണ പേടിയ വേട്ടാ. എല്ലാം കൂടി അങ്ങോട്ട് തട്ടിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ചെടികൾ ഇല്ല അത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയോളൂ. മഴ പെയ്യുമ്പോ ഉള്ളിലേക്ക് ഇറങ്ങിയോളൂ. അയ്യോ എന്റെ കാല്. എന്റെ കാല് മുറിഞ്ഞ കാലുമേ കൂടെ അത് വലിഞ്ഞു. കാല് മുറിഞ്ഞാവോ? തുമ്പിയല്ല വള്ളിയില്ലേ അത്. ആ മഴ പെയ്ത് വരുന്നുണ്ട്. ഈ മഴയിൽ ഇതിന്റെ മോൾ വശം നല്ല നീറ്റ് ഔട്ടാ. കാലത്ത് നല്ല മഴയായിരുന്നു. കാലത്ത് വെടുപ്പാണെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ നോക്കി ആകാശം നോക്കി ഭയങ്കരമായി. എത്ര കൊല്ലത്തെ ഈ മറ്റേ ഇലകളുടെ അധ്വാനമാണെന്നാ ഇത്. നമ്മളൊരു നിമിഷം ഒരു കുറച്ച് സമയം കൊണ്ട് വെടുപ്പാക്കി കളഞ്ഞല്ലേ സരിത? ഇതാണ് കാട്ടിലത്തെ സിസ്റ്റം. ഇലകൾ വീണ് മണ്ണ് ഇങ്ങനെ നല്ല സ്പോഞ്ചും വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം അവിടുത്തെ മരങ്ങൾക്കും ഇതിനും ഒക്കെ ഭയങ്കര വളർച്ചയായിരിക്കും. ഇത് പടിയിൽ മണ്ണില്ലല്ലോ. മണ്ണില്ലാത്തതുകൊണ്ടാണ് വല്ലാണ്ട് മുകളിലേക്ക് പോകാഞ്ഞത്. ഈ ഷീറ്റ് ഇട്ടില്ലേ, ഈ നീല ഷീറ്റ് ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്നാ ദ്രവിച്ച് പോയാന്നറിയോ അല്ലേ? ടാർപ്പായ. അത് ഇവിടെ പുളിമരായ കാരണം കൊണ്ടേ
സജീവനാ പറഞ്ഞേ ഈ ഷീറ്റ് പെട്ടെന്ന് ദ്രവിക്കും പുളിയുടെ ഇല വീണിട്ട്. അപ്പോൾ ഈ ടാർപ്പായി ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ കെട്ടാൻ പറഞ്ഞു. അങ്ങനെ കെട്ടി അന്ന് കയ്യോടെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അത് സജീവന്റെ ഷീറ്റ് അങ്ങനെ ദ്രവിച്ചിട്ടുണ്ട് പുളിമരത്തിന്റെ അടിയിൽ. അത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു. അതല്ലേ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ വീട് പണിയാണെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഷീറ്റ് ഇട്ടണില്ലേ, ഈ ഇതിന്റെ ഉള്ളിലത്തെ ഷീറ്റ് ഇല്ലേ പുത്തം പോലെ ഇപ്പോഴും കേടുവില്ലേ ആ ഷീറ്റ്. ഇനി കേടായിക്കോളും. കണ്ട അതോ ജഗുവാ കണ്ടാ ഇവിടേക്ക്. അത് കുഴപ്പമില്ല, ആ ഓട്ട കൂടെ അങ്ങോട്ട് വെള്ളം പോയോളും. കഴിഞ്ഞില്ലേ? അറിയിക്കോ ഉണ്ണി മഴ പെയ്ത് വരെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കി ഇതിന്റെ മുകളിൽ എത്ര കിലോ തൂക്കുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ. ജഗു ഡാൻസ് കളിക്കണ്ട, അങ്ങോട്ട് ഇറങ്ങിക്കോ. അങ്ങനെ വെളുപ്പാക്കി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പക്ഷേ ചായ ഉണ്ടാക്കി കണ്ട. അത് ഞാൻ അടുക്കള തോട്ടത്തിൽ ബെസ്റ്റ് വളമാണിത്. കണ്ട പറഞ്ഞ പോലെ ഇത് അടിയിലൊരു ഷീറ്റ് വെച്ചിട്ട് അരിക്കിട്ടാൽ മതി. കിടന്നു ഷീറ്റില്ലേ ഇനി വേറെ. നല്ല കനുണ്ട്, നനവിള കാരണം കനം. അല്ലെങ്കിൽ കനുണ്ടാവില്ല. വേനൽക്കാലത്താക്കുകയാണെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ശരി, നമ്മുടെ ഇതിലിടാം. വയലറ്റ് വയറുണ്ടായി കണ്ട, ബെസ്റ്റ് വയലറ്റ് വയറ്. അവിടെ വന്ന് ഉണ്ടായി തുടങ്ങിയുള്ളത് ഈ അണ്ണാറക്കണ്ണൻ വന്നിട്ട് തത്തമ്മയും കണ്ട എത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ടാണ് അവർ പയറുമണികൾ ഇറക്കി കൊണ്ട് കൊണ്ടുവന്നറിയോ, അലക്കി കൊണ്ട് കൊണ്ടു. കണ്ട മണി ഒന്ന് മൂക്കാൻ നിന്നാൽ മതി, അപ്പലകും. ഏറ്റവും ടേസ്റ്റുള്ള പയറാ ഇത്. കൊത്തമര ഉണ്ട്, കൊത്തമര നമ്മുടെ കൊത്തമര ചെടി. കൊത്തമര തുമ്പ കടിച്ച് തോറ്റു. ചൊറിയണം കയ്യുമ്പിലും മേലും ഒക്കെ തുമ്പ കടിച്ചിട്ടേ. നോക്കിയേ മണിത്തക്കാളി ഇത് കുച്ചിട്ടാ. നോക്കിയേ ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാർ നോക്കിയേ. 2-3 വട്ടം പണി നോക്കിയേ മഴക്കാർ കണ്ട. കണ്ട ഇതിൻ്റെ മുകളിൽ നമുക്ക് മണിത്തക്കാളി ഉണ്ടായി. മണിത്തക്കാളിയുടെ 3-4 തൈ കണ്ട. ഇതാണ് തക്കാളി കണ്ട. അത് നമുക്ക് കുഴിച്ചിടാം. എന്തായാലും ഭാഗ്യത്തിന് ഇങ്ങനെ തൈ കിട്ടി. നമ്മുടെ വീട്ടിലത്തെ തൈകളൊക്കെ നാമാവശേഷമായി പോയി. ഇവിടെ കുഴിച്ചിടാം. വെറുതെ ഒന്ന് കുഴിച്ചിടാം. ഓരോരുത്തരെ വെറുതെ കിട്ടിയ തൈയല്ലേ, വളം പിന്നെ വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയിട്ടുണ്ടാവും. ചിലപ്പോൾ പന്തൽ വേണ്ടിയില്ലേ. എൻ്റെ ഇലയില്ലേ വിശേഷപ്പെട്ട സാധനം കേട്ടോ, ഇലയും കായും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മണ്ണുത്തിരി ചില സമയത്ത് ഇതിൻ്റെ തൈ കിട്ടും, ചില സമയങ്ങളിൽ കേട്ടോ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മറ്റേ ഇതിന് വിൽപ്പന കേന്ദ്രമില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ തൈ കിട്ടും ആളുകൾക്ക്. എല്ലാ വീട്ടിലും ഓരോന്ന് വെച്ച് ഉണ്ടായിക്കോട്ടെ. മഴ കൂടി മഴക്കാലമായ കാരണം പിടിച്ച് കിട്ടും. വേനൽക്കാലം ആകുമ്പോഴാണ് നല്ല മഴ ദിവസം തന്നെയാണ്. ഒന്നും വേറെ ചെയ്യാൻ സമ്മതിക്കില്ല മഴ. അയ്യോ മഴ കൂടി ഓടാം. ശരിത്തോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓടാം. നല്ല മഴയായി. കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതെന്ത് ചെയ്യാം, മഴ പടച്ചു. മഴയും ചായ കുടിയും. ചായക്ക് പലഹാരങ്ങളൊന്നും ഇല്ല.